India's official entry to Oscar 2026 Homebound. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ പടം വന്നിട്ടുണ്ട്. എനിക്ക് അറിയില്ല ഈ സിനിമയ്ക്ക് ഓസ്കാർ കിട്ടോ എന്ത് കിട്ടോ, ഐ ഡോണ്ട് റിയലി നോ. ബട്ട് ഈ സിനിമ ഡെഫിനറ്റ്ലി ഡിസേർവ്സ് റെക്കഗ്നിഷൻ. എന്തെങ്കിലൊക്കെ അവാർഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അജാതി ഒരു കിടു പറഞ്ഞ വൻ കിടു പടമാണ്. ഈ സിനിമ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്തോ കാണരുത് എന്ന് ഞാൻ പറഞ്ഞു. അത്രയും ഡിസ്റ്റർബിങ് ഹോണ്ടിങ് ആണ് ഇതിന്റെ ഈ സിനിമ ഫുള്ള് ടുവേർഡ്സ് എൻഡ്. എസ്പെഷ്യലി നിനക്കൊക്കെ എന്തോന്നടേ ഹാപ്പി ആയിട്ട് ഒരു പടം ഉണ്ടാക്കാൻ പറ്റില്ലേ അറിയാൻ ചോദിക്കുകയാണ്. ഞാൻ എക്കോ സിനിമ കണ്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഐ വാസ് ലൈക്ക് ഒരു അബ്സല്യൂട്ട് സിനിമ കണ്ട ഒരു ഫീലിൽ വന്ന് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ യൂഷ്വലി ഞാൻ അവാർഡ് പടമൊന്നും കാണാത്തതാണ്. ശരിയടാ, ഹോം ബൗണ്ട് ഓസ്കാർ പോകുന്നു, എന്തായാലും കണ്ടു നോക്കിയപ്പോ ഉള്ള സമാധാനം അങ്ങോട്ട് പോയി. സീരിയസ്ലി ഐ ഷുഡിന്റ് ഹാവ് വാച്ച് ദിസ് വൺ. സത്യം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നി. പടം മോശമായതല്ല, അയ്യോ മനസ്സമാധാനം അങ്ങോട്ട് പോയി കിട്ടി. നമുക്ക് കരയാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണെന്ന് വെച്ചാൽ അതും കുഴപ്പമില്ല. ബട്ട് ദിസ് ഈസ് ആക്ച്വലി വെരി ഹോണ്ടിങ്. അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ പീക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇഫ് യു ആർ എ മുസ്ലിം യു ആർ ട്രീറ്റഡ് ലൈക്ക് എ ടെററിസ്റ്റ്. അങ്ങനെയാണ് ഈ സിനിമയിൽ. ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞു വെച്ചാൽ ഞാൻ ഔട്ട് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ ആൾക്കാരൊപ്പം പോയി കളിക്ക്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഞെട്ടും, ഇതൊക്കെ എങ്ങനെയാടാ സിനിമയിൽ ഇങ്ങനെയൊക്കെയല്ലേ ജീവിതത്തിൽ നടക്കും? ഡെഫിനറ്റ്ലി ഇതൊക്കെ നടക്കുന്നതാണ്. ആൻഡ് ഇഫ് യു ആർ എ ഹിന്ദു, നിങ്ങളുടെ സർനെയിം ചോദിക്കും, എന്താ പേര്? സുരേഷ്. ഫുൾ നെയിം പറ, സുരേഷ് കുമാർ. പോരാ, ട്രിപ്പാൾഡി ഉണ്ടോ, മറ്റേതുണ്ടോ, തേങ്ങയുണ്ടോ, SC ST ആണ് നിങ്ങൾ വെച്ചാൽ അതിന് വേറെ ഡിസ്ക്രിമിനേഷൻ. ഈ സിനിമയിൽ ഒരു സീൻ ഉണ്ട്. അതായത് ഈ മറ്റേ അംഗനവാടിയിൽ ഈ മറ്റേ നായകന്റെ അമ്മയാണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്. അയമ്മ താഴ്ന്ന ജാതിയാണ്, ഹിന്ദു ആണ്, താഴ്ന്ന ജാതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടികൾ നശിച്ചു പോകും പറഞ്ഞിട്ട് പിടിച്ച് പുറത്താക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു. ഐ വാസ് ലൈക്ക് എന്തോന്ന് ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ആൻഡ് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ മറ്റേ കാറിലും അതേപോലത്തെ വണ്ടിയിലൊക്കെ ആർമി, ഡോക്ടർ, വക്കീൽ എന്നൊക്കെ വെക്കുന്നത്. എന്നാൽ പല സ്ഥലത്തും അതൊരു റിലീജിയന്റെ പേര് വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള പ്രാന്തന്മാരുണ്ട് ഇവിടെ. And we say that we are living in a democratic country. Where is the democracy?